ഇത് കണ്ടോ, വളരെ അസാധാരണമായ രീതിയിൽ വളർന്നു നിൽക്കുന്നൊരു മാവ. ഒന്ന് കണ്ടു നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. സാധാരണ നമ്മൾ കാണുന്ന മാവിൽ നിന്നൊക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട്. കണ്ടോണം ഈ മാവ് വരുന്ന കണ്ടോ. ഈ മാവിൻ്റെ ചുവട് എവിടെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചോണം. ഇത് നോക്കിക്കോണം, ഇവൻ്റെ ചുവട് എവിടെയാണെന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് നോക്കിക്കോണം എവിടെയാണെന്നുള്ളത്. ഇത് കണ്ടോ, ഈ നിൽക്കുന്ന മാവിൻ്റെ ഒരു ബ്രാഞ്ചാണ് അങ്ങോട്ട് വളർന്ന് അടുത്തൊരു മാവായിട്ട് വന്നിരിക്കുന്നത്. അത്രയും മാവ് വേറെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ശിഖരം വളർന്നിട്ട് അടുത്തൊരു മാവായിട്ട് നിൽക്കുന്നു. ഇങ്ങനത്തെ മാവ് കണ്ടിട്ടുണ്ടോ? ഞാനതൊന്നും കൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോണേ, ഒരു ചുവടും 3 മാവുമാണ്. നോക്കിക്കോ, ഒരു ശിഖരം വരുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ അതൊക്കെ ഇറങ്ങിയിരിക്കുക. അത് നേരെ ഇങ്ങ് പോകുന്നു. നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വളഞ്ഞ് വന്നിട്ട് മേലോട്ട് പോവുകയാണ്. കണ്ടോ, 2 മാവ് കണ്ടോ. ഇത് മണ്ണിൽ ഇങ്ങനെ മുട്ടി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുമായിരുന്നു. പക്ഷേ അവിടെ വേര് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇടഭാഗത്തൊരു വേര് പോലെ കാണാം. അതിങ്ങനെ കാലക്രമേണ വേര് വന്നതാകാം. കണ്ടോ കിടക്കുന്നുണ്ടോ. അപ്പുറത്തൂടെ ഒരെണ്ണോടെ ഉണ്ട്, ഞാൻ അതോടെ കാണിക്കാം. ഈ ഒരു ചുവടേ ഉള്ളൂ 3 മാവിന്. അതെന്താണോ ഈ ഒരു മാവിനും ഉള്ളു. കണ്ടോ, ഈ ആൾക്കാർ ഇരിക്കുന്ന ഇത് നേരെ വന്നിട്ട് ഈ ശിഖരമാണ്, വലിയൊരു ശിഖരം ഇങ്ങോട്ട് വന്നിരിക്കുക, വലിയ തടി പോലെ ആയത്. ഇത് കണ്ടോ, ഇതാണ് യഥാർത്ഥത്തിൽ മാവ്. ഈ മാവിന് കുറച്ച് ഇത്തിക്കണ്ണിയും ഒക്കെ ഉണ്ട്. ഈ മാവിൻ്റെ മുകളിലൊരു ആലും കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് ആ ഒരു ആലാണ് ആ ഇലയായിട്ട് കിടക്കുന്നത്. കണ്ടോ കണ്ടോ, ഒരു ആലും ഉണ്ട്. അതെങ്ങനെയാണോ വന്ന് എനിക്കറിയില്ല. ഇതിനെ ഒരു ശിഖരവും കൂടെ ഇതുപോലെ തന്നെയുണ്ട്. നോക്കിക്കോണേ, ഇത് കണ്ടോ, ഈ 2ആയിട്ട് വന്നിട്ട് ആ റൈറ്റിലേക്ക് പോയിരിക്കുന്നതാണ് ഇപ്പം ഞാൻ കാണിച്ചത്. കണ്ട് ഇത് കണ്ടോ, ഈ ഒരു ശിഖരം കണ്ടോ, ഇതും ഇതുപോലെ തന്നെ വന്നിട്ട് മേലോട്ട് പോയിരിക്കുക. കണ്ടോ, ഈ 3 മാവിലും നിറയെ മാങ്ങ ഉണ്ടാകുന്നതാണ്. അതാ ഏറ്റവും വലിയ രസം കേട്ടോ. ഈ 3ലും മാങ്ങ ഉണ്ടാകുന്നതാണ്. പക്ഷേ മാവിനും 3നും കൂടി ഒരു ചൂടേ ഉള്ളൂ. ഇത് സ്ഥലം പാലക്കാടാണ് കേട്ടോ. ഇവിടം ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യുദ്ധങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തൊരു മാവിനും തോന്നിക്കാണും. വെറുതെ നിന്നാൽ ശരിയാകത്തില്ല. എല്ലാവരുടെയും ശ്രദ്ധയൊന്ന് കിട്ടണമെങ്കിലേ ഇതുപോലെയൊക്കെ വളർന്നാലേ പറ്റത്തുള്ളെന്ന് മാവിന് വരെ തോന്നി. നോക്കൂ, അതുപോലുള്ളൊരു സ്ഥലമാണ് ഇത്. ടിപ്പു സുൽത്താൻ കോട്ട, പാലക്കാട് കോട്ട എന്നൊക്കെ പറയുമല്ലോ, അവിടെയാണ് നിൽക്കുന്നത്. ഈ ചരിത്രം ഉറങ്ങുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു മാവിനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ വരുന്നവരൊക്കെ ഇത് ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം. ഇനി ആരെങ്കിലും അവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോണം ഈ മാവ്. ഇവിടെ നിറച്ചും ഒരുപാട് മാവുകളും ഒരുപാട് മറ്റു മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമൊക്കെയാണിത്. പക്ഷേ ഈ മാവിനെ മാത്രമേ ഉള്ളൂ ഇതുപോലെയൊരു പ്രത്യേകതയുള്ളൂ. ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ വരുന്നവർ ഒന്ന് കണ്ടു നോക്കിക്കോണം അത്.